സിൽവർ ലൈൻ DPR പുതുക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്ര റെയിൽവേ ബോർഡ്. ആദ്യ DPRലുള്ള സ്റ്റാൻഡേർഡ് ഗേജിന് പകരം ബ്രോഡ് ഗേജിൽ നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശം. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘന, എന്താണ് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ? അമൃത, സിൽവർ ലൈൻ DPR പുതുക്കാനാണ് കേന്ദ്ര റെയിൽവേ ബോർഡ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാത ബ്രോഡ് ഗേജിൽ നിർമ്മിക്കണമെന്നാണ് നിർദ്ദേശം. അത് നേരത്തെ തന്നെ കേന്ദ്ര നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പാത ബ്രോഡ് ഗേജിൽ നിർമ്മിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സിൽവർ ലൈൻ റെയിലും തള്ളിക്കളഞ്ഞതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ഈ പാത DPR പുതുക്കണമെന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര റെയിൽവേ ബോർഡ് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും സിൽവർ ലൈൻ പദ്ധതി കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഉപേക്ഷിച്ചില്ല എന്നതിന്റെ സൂചന കൂടിയായി ഈ DPR പുതുക്കാനുള്ള നിർദ്ദേശം കാണേണ്ടി വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ റെയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് കൊണ്ടുവരണം DPR. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഗേജ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വേഗത അടക്കം നിയന്ത്രിക്കാൻ കഴിയില്ല, വേഗതയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് സിൽവർ ലൈനെ കൊണ്ടുവരാൻ കഴിയില്ല എന്നായിരുന്നു. പക്ഷേ അത് കേന്ദ്ര റെയിൽവേ ബോർഡ് അംഗീകരിക്കുന്നില്ല. ബ്രോഡ് ഗേജിൽ തന്നെ നിർമ്മിക്കണമെന്നുള്ളതാണ് നിർദ്ദേശമായി വരികയും ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ DPR പുതുക്കാനാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.